ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മൈ ഫ്രണ്ട് എന്ന ആദരവോടെയും അഭിമാനത്തോടെയും അഭിസംബോധന ചെയ്യുന്ന ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ ഐക്യനാടുകളുടെ 47ാമത് പ്രസിഡന്റായി തിങ്കളാഴ്ച ചുമതലയേൽക്കുകയാണ്. ട്രംപിന്റെ രണ്ടാം വരവിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. അമേരിക്കൻ മാധ്യമങ്ങൾ ട്രംപ് പ്രസിഡന്റ് ആവുന്നത് തടയാൻ ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന്റെ മുന്നേറ്റത്തെ തടയാനായില്ല എന്നത് വിജയത്തിന്റെ മാറ്റുകൂട്ടുന്നതാണ്. ആധികാരിക വിജയം നേടിത്തന്നെയാണ് രണ്ടാം വരവ്. ഇലക്ട്രൽ കോളേജിന് പുറമെ കൂടുതൽ പോപ്പുലർ വോട്ടുകളും സെനറ്റും നേടിയാണ് ഇത്തവണ അധികാരത്തിലെത്തുന്നത്. സെനറ്റിലും ജനപ്രതിനിധി സഭയിലും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സമഗ്ര ആധിപത്യം നേടിയാണ് സുഗമമായ ഭരണത്തിന് കരുത്തേകുന്നത്. പ്രസിഡന്റായി ഇരിക്കുമ്പോൾ മത്സരിച്ച് പരാജയപ്പെടുകയും പിന്നീട് തിരിച്ചെത്തുകയും ചെയ്ത വ്യക്തി എന്ന പ്രത്യേകതയുമുണ്ട്. ഇതിനു മുൻപ് 19ാം നൂറ്റാണ്ടിൽ മാത്രമാണ് സമാനമായ രീതിയിൽ ഗ്രോവർ ഗ്രീവ്ലാൻഡ് പ്രസിഡന്റ് ആയിട്ടുള്ളത്. 1885 മുതൽ 1889 വരെയും 1893 മുതൽ 1897 വരെയുമാണ് അദ്ദേഹം പ്രസിഡന്റ് ആയത്. 2017 തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച് പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് 2021 തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയും പിന്നീട് 2024 തിരഞ്ഞെടുപ്പിലൂടെ ശക്തമായ തിരിച്ചുവരവാണ് ട്രംപ് നടത്തിയിരിക്കുന്നത്. രണ്ടാം വരവിൽ ട്രംപിന്റെ നയപരിപാടികളെക്കുറിച്ച് ലോകം സസൂക്ഷ്മം വീക്ഷിക്കുകയാണ്. ഇന്ത്യയെ എങ്ങനെ ബാധിക്കുമെന്നുള്ള ചർച്ചകളും സജീവമാണ്. നരേന്ദ്രമോദിയുമായുള്ള വ്യക്തിബന്ധം ഇന്ത്യക്ക് ഗുണം ചെയ്യുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇന്ത്യയുമായുള്ള അമേരിക്കയുടെ ബന്ധത്തിൽ കൂടുതൽ ദൃഢത കൈവരുമെന്നാണ് പ്രതീക്ഷ. ട്രംപും മോദിയും തമ്മിലുള്ള വ്യക്തിബന്ധവും ആഴത്തിലുള്ളതാണ്. അമേരിക്കയുടെ ബിസിനസ് താൽപര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുമ്പോൾ തന്നെ ഇന്ത്യയുമായുള്ള ബന്ധം ശക്തമായി നിലനിർത്തുന്നതിന് ട്രംപിൽ നിന്ന് നടപടി ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. 2019 സെപ്റ്റംബറിൽ ഹൂസ്റ്റണിൽ നടന്ന ഹൗഡി മോദി റാലിയിൽ ട്രംപ് പങ്കെടുത്തത് ചരിത്ര സംഭവമായിരുന്നു. ഒരു കമ്മ്യൂണിറ്റി റാലിയിൽ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. കോവിഡ് മഹാമാരിക്ക് മുൻപ് ഇന്ത്യയിലെത്തിയ ട്രംപ് ഗുജറാത്തിൽ നടന്ന നമസ്തേ ട്രംപ് റാലിയിൽ പങ്കെടുത്തതും ചർച്ചയായിരുന്നു. ഇതിലൂടെ ഇന്ത്യ-US ബന്ധവും കൂടുതൽ ദൃഢമായി. ഇരു രാജ്യങ്ങളുടെയും താൽപര്യങ്ങൾക്കൊപ്പം തന്നെ ഒരുമിച്ചുള്ള മുന്നേറ്റമായിരിക്കും മോദിയും ട്രംപും തമ്മിലുണ്ടാകുക. സമാധാനപരമായ ആണവോർജ്ജത്തിനായി സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം കൂടുതൽ അനുകൂലമായേക്കാം. എന്നാൽ അമേരിക്കൻ താൽപര്യങ്ങൾക്ക് അനുസൃതമായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള കയറ്റുമതി തീരുവ ചുമത്താനും സാധ്യതയുണ്ട്. 2022-23 US-ലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി ഏകദേശം $80 ബില്യൺ ആയിരുന്നു. അമേരിക്കയിൽ തൊഴിൽ നഷ്ടം ഉണ്ടാകുന്നുവെന്ന ആശങ്കയിൽ ഇന്ത്യൻ ടെക്നോളജിസ്റ്റുകൾക്ക് മേൽ താരിഫ് ചുമത്താനുള്ള സാധ്യതയുമുണ്ട്. ചൈനയിൽ നിന്ന് ആഗോള വിതരണ ശൃംഖലയെ വൈവിധ്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ അദ്ദേഹം തയ്യാറായിരിക്കും. അമേരിക്കൻ കമ്പനികളെ ഇന്ത്യയിൽ അവരുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കൂടുതൽ ശ്രമങ്ങൾ പ്രതീക്ഷിക്കാം. ഇതൊരു പ്രധാന ഉൽപാദന കേന്ദ്രമെന്ന നിലയിൽ രാജ്യത്തിന്റെ പദവി ഉയർത്തുന്നതായിരിക്കാം. ഈ നീക്കം ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തും. ആഗോള വിതരണ ശൃംഖലയിൽ ഇന്ത്യയുടെ സ്ഥാനം മെച്ചപ്പെടുത്താനും സഹായിക്കും. അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും നിയമപരമായ കുടിയേറ്റത്തിന് പിന്തുണ ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ട്രംപ് അധികാരമേൽക്കുന്നതിന് മുൻപ് തന്നെ കടുത്ത ഇന്ത്യൻ വിരുദ്ധനായ കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് രാജിവെക്കേണ്ടി വന്നത് ശുഭകരമാണ്. ഇന്ത്യ വിരുദ്ധതയ്ക്ക് നിലനിൽപ്പില്ലെന്ന് വ്യക്തമായ സൂചനയാണിത്. അമേരിക്കയ്ക്ക് ബിസിനസ് താൽപര്യങ്ങൾ ഉണ്ടെങ്കിലും ട്രംപിന്റെ വരവ് ഇന്ത്യക്ക് കരുത്തേകുമെന്നാണ് പ്രതീക്ഷ.